2003 ഫെബ്രുവരി 1 നാസയുടെ ബഹിരാകാശ വാഹനമായ കൊളംബിയ പൊട്ടിത്തെറിക്കുകയും ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്ത്യയിലെ ട്രെയിൻ ഗതാഗതത്തിന്റെ ചരിത്രം ആഘോഷിക്കുന്ന ന്യൂഡൽഹിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥാപിതമായത് 1977 ഫെബ്രുവരി 1 1865 ഫെബ്രുവരി 1 അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ അടിമത്തം നിർത്തലാക്കിക്കൊണ്ടുള്ള അമേരിക്കൻ ഭരണഘടനയുടെ 13ാം ഭേദഗതിയിൽ ഒപ്പുവെച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആഘോഷിക്കുന്നു. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ ദ്രുതഗതിയിലുള്ള നഷ്ടവും നാശവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനും മനുഷ്യന്റെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിലും തണ്ണീർത്തടങ്ങൾ വഹിക്കുന്ന പ്രധാന പങ്ക് എടുത്തു കാട്ടുകയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. 1901 ഫെബ്രുവരി 2 ഗ്രേറ്റ് ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ ശവസംസ്കാരം നടന്നു. ഇത് ചരിത്രത്തിലെ യൂറോപ്യൻ രാജകുടുംബത്തിന്റെ ഏറ്റവും വലിയ സമ്മേളനങ്ങളിൽ ഒന്നായിരുന്നു. 1509 ഫെബ്രുവരി 3 പോർച്ചുഗീസ് നാവികസേന ഇന്ത്യയിലെ ദിയു യുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം, വെനീസ് റിപ്പബ്ലിക്, ഗുജറാത്ത് സുൽത്താൻ, കോഴിക്കോട് സാമൂതിരി എന്നിവയുടെ സംയുക്ത കപ്പലുകളെ പരാജയപ്പെടുത്തി. ചന്ദ്രനിൽ സുരക്ഷിതമായി ചെന്നിറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകമായ ലൂണ 9 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചത് 1966 ഫെബ്രുവരി 3 ചരിത്രത്തിലെ ഏറ്റവും മാരകമായ മഞ്ഞുവീഴ്ച ഇറാനെ ബാധിച്ചത് 1972 ഫെബ്രുവരി 3 ഇത് 7 ദിവസം നീണ്ടു നിൽക്കുകയും 4000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്ന് ലോക ക്യാൻസർ ദിനം. ആഗോള ക്യാൻസർ, പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ക്യാൻസർ പ്രതിരോധം, ക്യാൻസർ കണ്ടെത്തൽ, ചികിത്സ എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഫെബ്രുവരി 4 ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര ദിനമാണ് ലോക ക്യാൻസർ ദിനം. 2007 ഫെബ്രുവരി 4 കേരള സർക്കാർ കൊണ്ടുവന്ന ദേവസ്വം ഓർഡിനൻസ് ഗവർണർ RL ഭാട്ടിയ അംഗീകരിച്ചു. ഇതോടെ തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകൾ ഇല്ലാതെയായി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് 2007 ഫെബ്രുവരി 4 1924 ഫെബ്രുവരി 5 മഹാത്മാഗാന്ധിയെ ആരോഗ്യപരമായ കാരണങ്ങളാൽ പൂനെയിൽ ജയിലിൽ നിന്ന് നിരുപാധികം മോചിപ്പിച്ചത്. യങ് ഇന്ത്യ എന്ന പേരിൽ അദ്ദേഹം ആരംഭിച്ച ജേണലിൽ 3 ലേഖനങ്ങൾ എഴുതിയതിന് രാജദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ 1922 മാർച്ചിൽ ജയിലിലടച്ചിരുന്നു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിതയായി മാറിയ ഇന്ത്യയുടെ സുനിത വില്യംസ് ബഹിരാകാശത്തെത്തിയത് 2007 ഫെബ്രുവരി 5 1900 ഫെബ്രുവരി 5 ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ പനാമ കനാൽ കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ അക്രമരഹിത പ്രതിരോധ പ്രസ്ഥാനം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ അബ്ദുൽ ഗഫാർ ഖാൻ ജനിച്ചത് 1890 ഫെബ്രുവരി 6 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിരവധി തവണ സേവനമനുഷ്ഠിച്ച ഇന്ത്യൻ അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റു മരണമടഞ്ഞത് 1931 ഫെബ്രുവരി 6 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായികയായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ പിന്നണി ഗായിക ലതാ മങ്കേഷ്കർ മരണമടഞ്ഞത്
2022 ഫെബ്രുവരി 6 ഹുസൈൻ രാജാവിന്റെ മരണത്തെ തുടർന്ന് കിരീടാവകാശിയും മകനുമായ അബ്ദുള്ള രാജകുമാരൻ ജോർദാനിലെ രാജാവായി സ്ഥാനമേറ്റത് 1999 ഫെബ്രുവരി 7 അദ്ദേഹമാണ് ജോർദാനിനെ മികച്ച രാജ്യമായി മാറ്റിയെടുത്തത്. 1971 ഫെബ്രുവരി 7 സ്വിറ്റ്സർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിൽ തന്റെ 10 വിക്കറ്റ് നേടുന്ന അത്യപൂർവ നേട്ടം അനിൽ കുംബ്ലെ സ്വന്തമാക്കിയത് 1999 ഫെബ്രുവരി 7 ഡൽഹിയിൽ പാകിസ്ഥാനെതിരെയായിരുന്നു ഈ നേട്ടം. അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള ആദ്യ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് 1928 ഫെബ്രുവരി 8 അമേരിക്കയിലെ ഹാർട്സ് ഡെയിലിൽ ആദ്യ സിഗ്നൽ ലഭിച്ചു. 1936 ഫെബ്രുവരി 8 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായി ആദ്യമായി ചുമതലയേറ്റു. 1897 ഫെബ്രുവരി 8 ഡോക്ടർ സക്കീർ ഹുസൈൻ ജനിച്ചത്. ഇന്ത്യയുടെ 3ാമത് രാഷ്ട്രപതിയായിരുന്നു. ജാമിയ മില്ലിയ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടത്തുന്നതിനായി പട്ടിക തയ്യാറാക്കുന്ന ജോലി ആരംഭിച്ചത്. വോളിബോൾ എന്ന ഗെയിം ആദ്യമായി കളിച്ചു തുടങ്ങിയത് 1895 ഫെബ്രുവരി 8 അപ്പോളോ പ്രോഗ്രാമിൽ 3ാമത്തെ മനുഷ്യൻ ചന്ദ്രനിറങ്ങിയതിന് ശേഷം അപ്പോളോ 14 ഭൂമിയിലേക്ക് മടങ്ങിയത് 1971 ഫെബ്രുവരി 9 1921 ഫെബ്രുവരി 10 ഇന്ത്യയിലെ ഏറ്റവും വലുതും ജനപ്രിയവുമായ സർവകലാശാലയിലൊന്നായ മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠം സർവകലാശാല ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥാപിതമായത്. 1931 ഫെബ്രുവരി 10 ന്യൂഡൽഹി ഔദ്യോഗികമായി ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഫെബ്രുവരി 10 ഭാരതത്തിൽ ദേശീയ വിരവിമുക്ത ദിനം ആചരിക്കുന്നത്. കേരളത്തിൽ ജില്ലാ ഭരണകൂടം, വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹിക നീതി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ നേതൃത്വത്തിലാണ് ഈ ദിനാചരണം പരിപാടി.